ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 3 കേട്ടോ. ഇന്നാണ് ഡെലിവറിക്ക് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്നത്. അപ്പോൾ ഒരു കുട്ടി ഹോസ്പിറ്റൽ വ്ളോഗാണ്. കുട്ടീനൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ടാവും. എന്തായാലും ഇപ്പം ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഡെലിവറി കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ ആവശ്യമുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നിനും പറ്റിയില്ല. അത് കഴിഞ്ഞ് എനിക്കൊരു തൊണ്ടവേദനയും ജലദോഷമൊക്കെ വന്നു. ഇപ്പോഴും സൗണ്ട് ശരിയായി വരുന്നേ ഉള്ളൂ. എന്നാലും ഇനിയും ലേറ്റ് ആക്കിയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാണ്. എനിക്ക് ഈ വീഡിയോ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഈ വീഡിയോ കുറേ പേര് ചോദിച്ചിരുന്നു, അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മളൊരു 3 മണി കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലാം എന്നാണ് വിചാരിക്കുന്നത്. 5 മണി വരെയാണ് ഡോക്ടർ ഉണ്ടാവുക, OP-യിൽ ഉണ്ടാവുക. അപ്പോൾ 5 മണിക്ക് മുന്നായിട്ട് എപ്പോഴേലും എത്തിയാൽ മതി. പിന്നെ എന്നെ നോക്കുന്ന ഡോക്ടർ ലക്ഷ്മി ഡോക്ടർ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അവിടുത്തെ ക്വാർട്ടേഴ്സിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ OP-യിൽ 5 മണി വരെ ഇരിക്കണമെന്ന് മാത്രം. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും അച്ഛനും അമ്മയും എൻ്റെ ബ്രദറാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡല്ല. ഹസ്ബൻഡ് എത്താൻ പറ്റിയില്ല. എൻ്റെ ചേട്ടനും ഗൾഫിൽ തന്നെയായിരുന്നു. അപ്പം എൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നതാണിപ്പം. അങ്ങനെ അപ്പം ഹസ്ബൻഡ് എത്താത്തതിന് നല്ല വിഷമവും കാര്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് കുറുക്കഞ്ചേരി അമ്പലം കഴിഞ്ഞപ്പം ഒരു കടയിൽ കയറിയിട്ടോ. നല്ല ചേച്ചിയായിരുന്നു അവിടുത്തെ. അത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. ബണ്ണ് മേടിക്കാനായിരുന്നു, തലയിലിട ഉണ്ടയില്ലേ, അത് മേടിക്കാം. ഇറ്റ്സ് ഫെമി എന്ന് പറഞ്ഞൊരു ഷോപ്പായിരുന്നു കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ചേച്ചിയാണ് അവിടുത്തെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നമ്മുടെ ഇതാണ് ഹോസ്പിറ്റൽ. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ കയറുന്നില്ല, നേരെ വെച്ച് പിടിക്കുകയാണ്. കാരണം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. വീഡിയോയിൽ ഞാൻ ചിരിച്ച് കളിച്ചിരിക്കണമെന്നുള്ളൂ. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഹസ്ബൻഡ് എത്താത്തതിൻ്റെ പേരിൽ. എത്തും എന്ന് കൺഫേം ആയിരുന്നു, പക്ഷെ എത്തിയില്ല. ഭാഗ്യം ഇല്ല. അപ്പം ഞാൻ കഴിക്കാത്തതുകൊണ്ട് എൻ്റെ അച്ഛനമ്മയും ചേട്ടൻ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഹോസ്പിറ്റലൊക്കെ എത്താറായപ്പോഴേക്ക് പെട്ടെന്ന് വിശപ്പ് തുടങ്ങി. നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കും, പെട്ടെന്നല്ലൊരു വിശപ്പ് വരാം. അപ്പം അങ്ങനെ വിശപ്പ് വന്നപ്പോൾ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. എനിക്കാണെങ്കിൽ മസാല ദോശ തിന്നാണ് തോന്നിയത്. ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ മസാല ദോശ കിട്ടില്ല. അതുകൊണ്ട് പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോയി കുറേ ദൂരം പോയിട്ടാട്ടോ ഈ ഒരു കടയിലേക്ക് വന്നത്. അപ്പം പക്ഷെ നല്ല മസാല ദോശ തന്നെ കിട്ടി, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് മസാല ദോശ കഴിച്ചു. കാരണം വയറിൽ ഉള്ളിയുള്ളതുകൊണ്ട് അതിനെ പട്ടിണി ഇടാൻ പറ്റില്ല. അപ്പം പക്ഷെ മനസ്സിൻ്റെ ഒരു വിഷമം കൊണ്ട് കുറച്ച് ലേറ്റാക്കുകയും ചെയ്തു കഴിക്കൽ. അതാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും വന്ന് ഹോസ്പിറ്റലിലേക്ക് കയറാണ്. 4 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഞങ്ങളൊരു 3 മണിയോട് കൂടി എത്താമെന്ന് വിചാരിച്ചു. പക്ഷെ കഴിക്കാനൊക്കെ പോയതുകൊണ്ട് 4 മണി. പിന്നെ കാണാൻ വേണ്ടിയിട്ട് അമ്മ ഫയലൊക്കെ കൊടുക്കാൻ നിൽക്കുകയാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ വിളിക്കും. ഇന്ന് PV ഇപ്പോൾ ചെയ്യുന്നുണ്ടാവും. എന്തായി ഇവിടെ വരെ എത്തി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ വിളിച്ചു. ഇപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ഇത് ഡോക്ടറെ കണ്ട് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെയാണോ ലേബർ റൂമിൽ ഉണ്ടാവാമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ OP-യിലുള്ള സിസ്റ്റർമാരേനൊക്കെ, അപ്പോൾ നഴ്സുമാരേനൊക്കെ. അപ്പോൾ അവർ പറയാണ്, ഞങ്ങളല്ല ഉണ്ടാവും, അവിടെ വേറെ നഴ്സുമാരാണ്, എല്ലാവരും നല്ല നഴ്സുമാരാണ്, പേടിക്കേണ്ടെന്നൊക്കെ പറയാണ്. ഞാൻ ഇപ്പോൾ PV ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ നടക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയണ പോലെ PV അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഡോക്ടർ ആയാലും PV ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറയും, PV ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ് ചെയ്യുക. അത്രയും കൂളാണ് ആൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 മണിയോട് കൂടിയിട്ട് നമ്മൾ റൂമിലേക്ക് വരാണ് കേട്ടോ. ഇത് നഴ്സിംഗ് റൂമാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് കുറച്ച് സൈനും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. 308 കേട്ടോ റൂം നമ്പർ. നമുക്ക് നഴ്സിംഗ് റൂമിൻ്റെ മുമ്പിലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അയ്യോ, എൻ്റെ ഉണ്ണിയാണ് തുമ്മിയത്. ഹരേ കൃഷ്ണ, വീണ്ടും തുമ്മി. ഉണ്ണി ഇവിടെ അമ്മയുടെ കൂടെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉണ്ണിയുടെ സൗണ്ടൊക്കെ ഇടയ്ക്ക് അങ്ങനെ ഓരോന്ന് വരും. അങ്ങനെ അപ്പോൾ നമ്മൾ റൂമിലേക്ക് കയറാണ്. നല്ല റൂമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനും സൗകര്യമുള്ള ഇഷ്ടംപോലെ റൂം ഈ ഹോസ്പിറ്റലുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ റൂമാണ് എടുത്തത്. ഇപ്പം ഓരോന്നോരോന്ന് ഇപ്പം എന്താ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഇപ്പം കട്ടിൽ, പിന്നെ ബൈസ്റ്റാൻഡർക്ക് കിടക്കാനും അല്ലെങ്കിൽ വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള സ്പേസ്, പിന്നെ അച്ഛനിപ്പോൾ തുറക്കാൻ നോക്കുന്നത് ഒരു വാർഡ്രോബ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആണ്. പിന്നെ നമുക്ക് നല്ല കാറ്റും വെളിച്ചൊക്കെ നൽകുന്ന നല്ലൊരു വിൻഡോ. പിന്നെ മഴ പെയ്യുമ്പോൾ നല്ല രസമായിട്ട് ഞാൻ കുറേ നോക്കിയിരുന്നുണ്ട് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട്. പിന്നെ നല്ലൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. നമുക്ക് ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ബാത്റൂമാണ്. കാരണം നല്ല ഹാൻഡിലുണ്ട് കേട്ടോ അവിടെ ടോയ്ലറ്റിൻ്റെ അടുത്ത്, അതായത് ക്ലോസറ്റിൻ്റെ അടുത്ത് നമുക്ക് പിടിച്ചിരിക്കാനൊക്കെ ആയിട്ട്. നമുക്ക് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ കൂടി, ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ കൂടി ഇത് മതി, ഉണ്ടെങ്കിൽ കൂടി നമുക്കൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കൈകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഹാൻഡിലുണ്ട്. അത് നമുക്ക് നിവർത്തി വെക്കാം കേട്ടോ. നല്ല സൗകര്യമാണ്. കുളിക്കുമ്പോൾ പിടിക്കാനാണ് ഇതുള്ളത്. നല്ല സൗകര്യമാണ് കേട്ടോ. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ വലിയ സഹായങ്ങളാണ് നമുക്ക് ആ വേദനയൊക്കെ എടുത്ത് ആദ്യമായിട്ട് കുളിക്കാൻ പോകുന്ന സമയത്തൊക്കെ. പിന്നെ ആ ഒരു
ഓറഞ്ച് വള്ളി കണ്ടില്ലേ, അത് നമുക്ക് അർജൻറ്റായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് നഴ്സുമാരെ വിളിക്കണമെങ്കിൽ, ബാത്റൂമിൽ നിന്നിട്ട് വിളിക്കണമെങ്കിൽ അത് വലിച്ചാൽ മതി. അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. കറക്റ്റ് ഒരു 5 മണിക്കാണ് കേട്ടോ റൂമിലെത്തിയത്. ഒരു 5:15 ആയപ്പോൾ നഴ്സ് വന്നിട്ട് എൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. നഴ്സുമാരെ പറ്റി പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കേട്ടോ. നമ്മൾ ഡോക്ടേഴ്സ് പോലെ തന്നെ നഴ്സുമാരായാലും ഭയങ്കര സപ്പോർട്ടീവും ഭയങ്കര നല്ല കെയറിങ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒരാളെ മാത്രം എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവരും നല്ല നഴ്സുമാരായിരുന്നു. അത് നമുക്ക് നഴ്സുമാരും ഡോക്ടേഴ്സ് നമ്മുടെ ചുറ്റുള്ളവരൊക്കെ നന്നായി ചിരിച്ച് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരുപാട് റിലീഫാണ്. നമുക്ക് വേദനകളിൽ നിന്നായാലും നമുക്ക് വല്ല ടെൻഷനൊക്കെ ഉണ്ടെങ്കിലായാലും. അപ്പം അതിലൊക്കെ കാര്യത്തിൽ 100% നല്ല അടിപൊളി തന്നെയായിരുന്നു. വന്നപ്പോഴും ഒട്ടും വേദന ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും ഡേറ്റ് ആയിട്ടാണ് അഡ്മിഷന് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് വേദനകളൊന്നും വന്ന് തുടങ്ങാത്തതുകൊണ്ട് തന്നെ ഒരു 7:30 ആകുമ്പോൾ ട്യൂബ് ഇടാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സംഭവം ഞെക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞെക്കാണെങ്കിൽ നമ്മുടെ നഴ്സുമാർ വേഗം വരും കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാണ് എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. വാഷ്റൂമിലും ഇങ്ങനെ എന്താണ് അർജൻറ്റായിട്ട് വിളിക്കാനുള്ള സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തരാണ് കേട്ടോ നേഴ്സ്. പിന്നെ നമ്മൾ വേസ്റ്റൊക്കെ ഏതിൽ ഇടണം എന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ നമ്മുടെ ക്യാൻറ്റീനിലേക്ക് വിളിക്കാനുള്ള നമ്പർ, നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ആ നേഴ്സ് പോയിട്ടാണ്. പിന്നെ വീണ്ടും അപ്പം തന്നെ വന്നിട്ട് ഒരു 5:30 ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ് ഇപ്പോൾ നോക്കാണ് കേട്ടോ. ഞങ്ങൾ റൂമിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ അമ്മ വന്നു കേട്ടോ. ഹസ്ബൻഡിൻ്റെ അമ്മയും മേമയും കൂടിയിട്ടാണ് വന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ അടുത്താട്ടോ ഞാൻ ഇപ്പോൾ സംസാരിക്കണം. അവരെന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ടൻ കമ്മൽ ഊരി തന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അപ്പോൾ അതാണ് ഊരി തന്നുകൊണ്ടിരിക്കുക. പിന്നെ ഒരു 6:30 ആയപ്പോൾ കേട്ടോ ഉണ്ണിയുടെ അനക്കങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, ഹാർട്ട് ബീറ്റും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള വേരിയേഷൻസ് നോക്കില്ലേ നമ്മൾ, അതിനുള്ള ബെൽറ്റ് വെക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റാണ് കേട്ടോ ഇപ്പോൾ ഈ കേൾക്കണത്. ഇപ്പോൾ ഇത് ലേബർ റൂമിൻ്റെ മുമ്പിലാണ് കേട്ടോ. എന്നെ ഒരു 7:30 ആയപ്പോൾ ട്യൂബ് ഇടാൻ വേണ്ടി കൊണ്ടുപോയിക്കാണ്. അപ്പോൾ അമ്മ പുറത്തേക്കാണ്. ഇതിൽ നീല ചുരിദാർ എൻ്റെ ഹസ്ബൻഡ് അമ്മയാണ് കേട്ടോ. പിന്നെ മറ്റേ പർപ്പിൾ കളറിൽ മേമയാണ്, ഹസ്ബൻഡിൻ്റെ മേമയാണ്. അപ്പോൾ ഇവർ 3 പേരും ഇങ്ങനെ എന്നെ വെയിറ്റ് ചെയ്ത് കാണും. അപ്പോൾ ഞാൻ ട്യൂബൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വന്നു. 7:22 എന്നെ ലേബർ റൂമിൽ കൊണ്ടുപോകുന്നത്. 7:49 ആയപ്പോൾ ഞാൻ ലേബർ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ട്യൂബ് ഇട്ടൊക്കെ കഴിഞ്ഞു. ട്യൂബ് ഇടുമ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നടക്കുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ വേദനയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സൂസൻ മേഡമാണ് കേട്ടോ എനിക്ക് ട്യൂബ് ഇട്ടുണ്ടായിരുന്നത്. എനിക്ക് സൂസൻ മേഡത്തിന് അധികം അറിയണ്ടായിരുന്നില്ല. എനിക്ക് ലിബി മേഡത്തിനും ലക്ഷ്മി മേഡത്തിനൊക്കെയാണ് അറിയണ്ടായിരുന്നത്, ഷോണിമ മേഡം. അപ്പം ഈ ഒരു ഡെലിവറിയോട് കൂടി സൂസൻ മേഡമായിട്ടും പരിചയമായി. അപ്പോൾ ആളാണ് ട്യൂബ് ഇടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അടുത്ത് തന്നെ ലക്ഷ്മി മേഡം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കഴിയുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വേദന വരുന്ന പോയിന്റിൽ എന്നെ വേഗം ഇപ്പോൾ കഴിയൂടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സമാധാനിപ്പിക്കില്ലായിരുന്നു. അതൊക്കെ ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. പിന്നെ റൂമിലൊക്കെ വന്ന് ഇതുണ്ട് എൻ്റെ ബാഡ്ജ്, വിസ്മയ വിപിന്നൊക്കെ പേരുള്ള വാച്ചൊക്കെ എനിക്ക് കിട്ടി. പിന്നെ ചേട്ടപ്പം എൻ്റെ നെയിൽ പോളിഷ് കളയാം കേട്ടോ. ഓക്കെ, കാലുമത്തെ നെയിൽ പോളിഷ് വീട്ടിൽ നിന്ന് കളയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആളതൊക്കെ കളഞ്ഞു തരാണ്. എൻ്റെ ബ്രദറിന് പിന്നെ പണിയോട് പണിയായിരുന്നു കേട്ടോ. ആൾ ഇപ്പോൾ നെയിൽ പോളിഷ് കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അത് നഖം വെട്ടാണ്. കുറച്ചുണ്ടായിരുന്നുള്ളൂ നഖം, പക്ഷേ നേഴ്സുമാർ കണ്ടപ്പോൾ അതും കൂടി കളഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നഖം വെട്ടി എടുക്കുകയാണ്. ഒരു 9:30 ആയപ്പോൾ ഡിന്നർ കഴിക്കാണ് കേട്ടോ. അത് ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നാണ്. ചപ്പാത്തിയും പിന്നെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. എനിക്കിപ്പോൾ അത്യാവശ്യം വേദന കുറച്ച് ഇങ്ങനെ വേദന വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതാണ് ഞാൻ ആടി ഒലഞ്ഞിരിക്കണം. എനിക്ക് കഷ്ടപ്പെട്ടാണ് ഞാൻ ഇപ്പോൾ ചിരിക്കണത്. അപ്പോൾ എങ്ങനെയാലും ഈ ഫുഡൊന്ന് കഴിച്ച് തീർക്കണം, എന്നിട്ട് വേണം ഒന്ന് കിടക്കാൻ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നു കേട്ടോ. അപ്പോഴേക്കും എനിക്ക് വേദന കൂടി വന്നു. ഒരു 9:30 ഫുഡ് കഴിക്കായിരുന്നത് തന്നെ. ഒരു 9:45 കൂടിയിട്ട് നല്ല വേദനയായി. അതിനുള്ളിൽ ഞാൻ വേഗം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കിടന്നു. എന്നാലും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കുറച്ച് വേദന വരും, പിന്നെ ഇത്തിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഒരു 9:45 10 മണിയോടൊക്കെ ആ ഒരു വേദനയൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ ഒരു 12:15 ഭയങ്കര വേദന കേട്ടോ. കാരണം എനിക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടൽ കുറവായതിന് വേദന ഇല്ലാത്ത സമയങ്ങൾ കുറഞ്ഞു വന്നു. ഒരു 1:15 കഴിഞ്ഞിട്ട് ഞാൻ വാഷ്റൂമിൽ പോയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടായിട്ടോ. അപ്പോൾ നമ്മൾ സിസ്റ്റർമാരോട് പറഞ്ഞപ്പോൾ നമ്മളൊരു 1:30 കൂടിയിട്ട് അപ്പം തന്നെ നമ്മുടെ ലാബ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. റൂമിലിപ്പം പെയിനായിട്ട് കിടക്കുമ്പോൾ എപ്പോഴും എൻ്റെ കൂടെ സിസ്റ്റർമാരുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒഴിഞ്ഞു തരാനും പിന്നെ എൻ്റെ കൺട്രാക്ഷൻസൊക്കെ അവർ ടൈം നോക്കാനൊക്കെ ആയിട്ട് അവർ തന്നെയാണ് നോക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് നല്ല പെയിൻ വരുമ്പോൾ പറയും. അപ്പോൾ ടൈം നോക്കും, എനിക്ക് എത്ര നേരം പെയിൻ നിൽക്കുന്നുണ്ട്, എത്ര നേരം ഇല്ലാണ്ടിരിക്കുന്നുണ്ട് പെയിൻ, അതൊക്കെ അവർ ടൈമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നന്നായിട്ട് ആശ്വസിപ്പിക്കും, ഒഴിഞ്ഞൊക്കെ തരും. പിന്നെ ട്യൂബ് ഇട്ടത് പോന്നിട്ടുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഊരി പോകുന്നില്ല കേട്ടോ. എനിക്ക് ലാബ് റൂമിൽ എത്തിയിട്ട് ട്യൂബ് എടുക്കുകയാണ് ചെയ്തത്.
1:30 തന്നെ ലാബ് റൂമിൽ കയറ്റിയതിന് ശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ എനിമ തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു സ്റ്റോറിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡെലിവറി സ്റ്റോറി ആയിട്ടത് വേറെ പറയാം കേട്ടോ, ഇതിൽ അത് ഇൻക്ലൂഡ് ചെയ്യണില്ല. കുറച്ച് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. എനിക്ക് സി സെക്ഷൻ ആയിരുന്നു, എന്തുകൊണ്ട് സി സെക്ഷൻ ആയി എന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. അപ്പോൾ ഡെലിവറി സ്റ്റോറി ആയിട്ട് ഞാൻ വൈകാണ്ട് തന്നെ പറയാം. 5 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്നത്. 5:25 കറക്റ്റായിട്ട് ഉണ്ണി ഉണ്ടാവുന്നത്. അപ്പോൾ അത് വീഡിയോ എടുത്തിട്ട് അത് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യാം. കുറച്ച് പേര് ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഇവിടെ ഞാൻ വെക്കാം കേട്ടോ. Okay. എന്താണ് സങ്കടമുണ്ടോ? എന്താണ് പറയുന്നു? എത്ര കണ്ടാലും മതി വരാത്ത കുറച്ച് നിമിഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞു പോയത്. ആ വീഡിയോയിൽ ഭയങ്കര സന്തോഷം എനിക്ക് ആ വീഡിയോ കിട്ടിയതിൽ. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഡോക്ടേഴ്സിനൊക്കെ. പിന്നെ 5:25 ഉണ്ണി ഉണ്ടായിട്ട് 5:45 ആകുമ്പോഴത്തേനും ക്ലീനൊക്കെ ചെയ്ത് ഉണ്ണീനെ കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ട് നമ്മുടെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുത്തിട്ട് പുറത്തേക്ക് ഇതാ കൊണ്ടുവരുന്ന രംഗമാണിത്. ആദ്യം എൻ്റെ ചേട്ടനാട്ടോ മേടിച്ചത്, ബ്രദറാണ് മേടിച്ചത്. ആൾ വരുമ്പോഴേ ഗൾഫിൽ നിന്ന് വരുമ്പോഴേ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഉണ്ണീനെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, ഞാൻ തന്നെ ഫസ്റ്റ് മേടിക്കുന്നതൊക്കെ. അങ്ങനെ ഇത് വിപിൻചാൻ്റെ അമ്മയാണ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. മാമിയും കൂടിയിട്ടാണ് വന്നത്. ഇവർ വന്നിട്ട് പിന്നെ പോയതാണ്. പിന്നെ 1:30 തന്നെ ലാബ് റൂമിൽ കയറ്റിയെന്ന് അറിഞ്ഞപ്പോൾ പുലർച്ചെ സമയത്ത് തന്നെ ഇവിടേക്ക് എത്തിയിട്ടോ വേഗം. അവരുടെ മനസ്സൊക്കെ ഫുള്ള് ഇവിടെയായിരുന്നു, ഉണ്ണി ഉണ്ടാവുന്ന കാര്യത്തിലായിരുന്നു. അപ്പോൾ ഒരു ഉറക്കം പോലും കളഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എൻ്റെ അമ്മ മേടിക്കുകയാണ് അങ്ങനെ. അപ്പോൾ ഉണ്ണീനെ ഇവരാദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ എനിക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. സി സെക്ഷൻ കഴിഞ്ഞിട്ട് ഞാനും ഫുൾ ഹാപ്പി ആയിരുന്നു. അതൊക്കെ ഡോക്ടർ അമ്മയായിട്ട് സംസാരിച്ചു, വിസ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഇത് ഉണ്ണീനെ മേടിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചവരെന്നെ മേടിച്ചിട്ട് പിന്നെ NICUവിൽ വെച്ചിട്ടാണ് തരാം. സി സെക്ഷൻ ആയിരുന്നല്ലോ. ഉണ്ണിക്ക് 3 കിലോ ആയിരുന്നു കേട്ടോ വെയിറ്റ്, 3.04 kg ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 11:15 കൂടിയിട്ട് ഉണ്ണീനെ മേടിക്കാണ് കേട്ടോ ഇവർ. എന്നിട്ട് റൂമിൽ കൊണ്ടുപോകാണ്. ഞാൻ റൂമിൽ എത്തിയിട്ടില്ല, ഞാനൊരു 1:15 കഴിഞ്ഞിട്ടാണ് റൂമിൽ എത്തിയിട്ടുള്ളത്. 1:30 കൂടിയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ഉണ്ണീനെ റൂമിൽ കൊണ്ടുപോകാണ്. ഉണ്ണി ഇങ്ങനെ എപ്പോഴും സൈഡ് തിരിഞ്ഞിട്ടാട്ടൊക്കെ എടുക്കുക. എൻ്റെ വയറിലുള്ളപ്പോൾ ഉണ്ണി സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ണി ഇങ്ങനെ സൈഡ് തിരിഞ്ഞ് പറ്റുമെങ്കിൽ അവൾ കൈ മുഖത്തും വെച്ചിട്ടൊക്കെ എടുക്കുള്ളൂ. അങ്ങനെയാണ് അവളുടെ സ്ഥിരം പൊസിഷൻ. ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ തന്നെയാണ് ഉറങ്ങുന്നത്. സൈഡ് തിരിഞ്ഞിട്ട് കിടന്നാൽ മൂപ്പര് ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ അത് റൂമിലേക്ക് ഉണ്ണീനെ കൊണ്ടുവന്നു. ഉണ്ണീനെ ഇനി ബെഡിലേക്ക് കിടത്താൻ പോവാണ്. ഇപ്പം ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കിതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം എനിക്ക് വീഡിയോ എടുത്ത് തരണം, എനിക്ക് കാണണ്ടേ പിന്നീട്. അപ്പോൾ ഉണ്ണീനെ കൊണ്ടുവന്ന് കെടുത്തി നല്ല ഉറക്കത്തിലാണ് ആള്. ഉണ്ണിനെ റൂമിൽ കൊണ്ടുവന്ന് കെടുത്തിയ ശേഷം ആരും ഒരു മൂളിച്ച പോലും ഉണ്ടാക്കാണ്ട്, തീരെ സൗണ്ട് ഉണ്ടാക്കാണ്ടിട്ടാ നിന്നിരുന്നത്. കാരണം എങ്ങാനും എണീറ്റ് കരഞ്ഞു കഴിഞ്ഞാൽ പാല് തരാൻ ഞാനില്ലല്ലോ. ഞാൻ ഒബ്സർവേഷനിൽ കിടക്കാണ്, റൂമിൽ കിടക്കാണ്. അപ്പോൾ അത് കാരണം ഭയങ്കര ടെൻഷനായിരുന്നു. ഉണ്ണി എണീക്കരുത്, വാവ എങ്ങനെയും എത്തട്ടെ. അതായത് എന്നെ വാവാന്നാട്ടോ വിളിക്കുക, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ വാവ എങ്ങനെയും എത്തട്ടെ, ഉണ്ണി എണീക്കരുത്, എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുന്നു പറഞ്ഞവർ അത്രയും ശ്രദ്ധിച്ചിട്ട് നിൽക്കണ്ടായിരുന്നത്. പിന്നെ അധികം വൈകാണ്ട് ഞാൻ വന്നല്ലോ, ഒരു 1:30 ആയപ്പോൾ ഞാൻ വന്നു. പിന്നെ അവർക്ക് ഹാപ്പി, കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ കരഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ എല്ലാവരും ഉണ്ണിനെ നോക്കി ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ്. ഇതാ കിടക്കുന്നു ഞാൻ ഇവിടെ ഒബ്സർവേഷൻ റൂമിൽ. ഞാനിവിടെ കിടക്കാണ്. ഫസ്റ്റ് ടൈം യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഫസ്റ്റ് ടൈം നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുള്ളൂ. സി സെക്ഷൻ കഴിയുമ്പോൾ അങ്ങനെയാണ്. മറ്റേതിന് അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതിന് ഇങ്ങനെയാണ്. അപ്പം ഞാൻ ആദ്യം വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് തന്നെ ഇവർ ഹെൽപ്പ് ചെയ്യാണ്, സഹായിക്കുകയാണ്. അപ്പം അപ്പോഴൊന്നും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. പെയിനൊക്കെ സഹിക്കാൻ പറ്റുന്നുള്ളൂ, തീരെ ഇല്ലായിരിക്കില്ല, എന്നാൽ ഭയങ്കര പെയിനും ഇല്ല കേട്ടോ, ഒക്കെ സഹിക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ അനസ്തേഷ്യയുടെ ആ ഒരു ഉണ്ടാവും വേദനക്കുറവ്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ. അപ്പോൾ സിസ്റ്റർമാരൊക്കെ അടിപൊളിയായിരുന്നു ഇവിടുത്തെ ആയാലും.
ഇവിടെ നമ്മുടെ വീട്ടുകാരും അകത്തൊന്നും ഇല്ല കേട്ടോ. ഇതിലൊരു നഴ്സാണ് എനിക്കിത് ഷൂട്ട് ചെയ്ത് തന്നത്. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ എനിക്ക് ഇതൊക്കെ പിടിച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു തന്നെ. ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനെ ആദ്യമായിട്ട് വിളിക്കണത് തന്നെ ഇവിടെ കിടന്നിട്ടാണ് കേട്ടോ. ഇവിടെ കിടന്ന് വിളിച്ചിട്ടാണ് ഞാൻ ഏട്ടാ നമുക്ക് പെണ്ണുണ്ണി എന്നൊക്കെ ഭയങ്കര സന്തോഷത്തിൽ വിളിച്ച് പറഞ്ഞത്. അപ്പം എൻ്റെ അടുത്ത് ഉണ്ണി ഉണ്ടായിരുന്നില്ല. കിടക്കുമ്പോൾ തന്നെ എനിക്ക് ടൈം ഓർമ്മയില്ല കേട്ടോ. ഉണ്ണീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഫീഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട്. എന്നെ ഇവിടുന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണതിന് മുമ്പ് എടുത്ത കുറച്ച് സെൽഫീസാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോഴൊക്കെ. അതാണ് ആ യോയോ ഒക്കെ പിടിച്ചേക്കണേ. റൂമിൽ ചെന്ന് ഉണ്ണീനെ കാണാമല്ലോ, എല്ലാവരും കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം അതായത് റൂമിലേക്ക് എത്തി. ഞാൻ നോക്കണത് തന്നെ ഉണ്ണി അവിടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ വരുന്നത്. അപ്പം ഉണ്ട് ദേഹം എടുക്കണ ചെരിഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര എന്താ പറയുക, എങ്ങനെയും ഉണ്ണിയുടെ അടുത്തേക്ക് ഒന്ന് എത്തിയാൽ മതി എന്നാണ്. ഉണ്ണി ഒന്ന് ചേർത്ത് പിടിക്കാനും തൊടാനും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ വേഗം ഇറങ്ങാണ് നമ്മുടെ ബെഡിൽ നിന്ന്. ചാടി ഇറങ്ങി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അവർ ആ സ്റ്റെപ്പൊക്കെ വെച്ച് തന്നു ഇറങ്ങാനുള്ള എളുപ്പത്തിന്. അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാവരും ഞെട്ടിയിട്ടാ, എൻ്റെ വീട്ടുകാരും ഇവരൊക്കെ ഞെട്ടി. ഇത്ര പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട്. സിസേറിയൻ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. വേഗം ഇറങ്ങി ഞാൻ ഉണ്ണിയുടെ അടുത്തേക്ക് പോയി. ഭയങ്കര സന്തോഷമായി എനിക്ക് കണ്ടപ്പോൾ. ഇന്ന് അടുത്തിരിക്കാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അത് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ സത്യം പറയാൻ പറ്റണില്ല. അത് വേറൊരു ലെവലാണ് കേട്ടോ ആ ഒരു ഫീൽ എന്നൊക്കെ പറയണത്. ഫോട്ടോ ഒന്നും അയച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ ചെയ്തു. എൻ്റെ അമ്മ ഉണ്ണി എന്ന് പറഞ്ഞത് വിചാരണയാണ് കേട്ടോ. ഹസ്ബൻഡ് ഉണ്ണി എന്നാണ് എല്ലാവരും വിളിക്കുക. അപ്പോൾ ഉണ്ണിക്ക് നമ്മുടെ പീലിക്കുട്ടിയുടെ ഫോട്ടോ അയച്ചിട്ടില്ല എന്നാണ് പറയണത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നെ അത് അയക്കണം എന്നുള്ളത്. ഉണ്ണീനെ ആദ്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നത് ഞാനായിരിക്കണം എന്നുള്ളത്. എന്താ വെച്ചാൽ നേരിട്ടോ കാണാൻ പറ്റിയില്ല. അപ്പം ഫോണിൽ കൂടെ എന്തായാലും അയക്കണം. ആരും ഫോട്ടോ ഉണ്ണിക്ക് അയച്ചു കൊടുക്കരുത്, വിഞ്ചാണ്ട് അയച്ചു കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഞങ്ങൾ കുറച്ച് വീഡിയോ കോൾ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ വീഡിയോ കോൾ ചെയ്യലൊന്നും നടന്നില്ല കേട്ടോ. പിറ്റേ ദിവസമല്ല, കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫോട്ടോ തന്നെ അയക്കുകയാണ് ചെയ്തത്. ചാറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. വീഡിയോ കോൾ ചെയ്യാനുള്ളൊരു സന്ദർഭം കിട്ടിയില്ല. പിടിക്കണ മെല്ലെ മെല്ലെ നോക്കട്ടെ. പിന്നെ പീലിക്കുട്ടി ഉണ്ടായ സന്തോഷത്തിൽ ചേട്ടൻ എല്ലാവർക്കും മിഠായിയൊക്കെ വിതരണം ചെയ്യാണ് കേട്ടോ. ഇത് ഡെലിവറി കഴിഞ്ഞന്ന് രാത്രി തന്നെ 12 മണിക്ക് ശേഷം തോന്നുന്നു കേട്ടോ. ഉണ്ണി നല്ലോണം കരച്ചിലായിട്ട് നിർത്താണ്ടൊക്കെ ഞാൻ പാല് കൊടുത്ത് നടക്കുകയാണ്. എനിക്ക് ഇരുന്ന് കുറേ കൊടുത്തു, പിന്നെ ഞാൻ നടന്നു കൊടുത്തു. അങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പാലങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാട്ടേക്ക് ശരിക്കും പാലൊക്കെ വന്ന് തുടങ്ങിയത്. ഇത് പിന്നീടുള്ള ദിവസങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അത്യാവശ്യം വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ദിവസമാണ് കേട്ടോ ഞാൻ ഉണ്ണിക്ക് പേരൊക്കെ ഇട്ടത്. ഞാനും ഹസ്ബൻഡ് ഇതൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പേരുകളൊക്കെ. കുറച്ച് പേരുകളുണ്ടായിരുന്നു ലിസ്റ്റിൽ. ലാസ്റ്റ് ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് ഇതാണ് ചെയ്തത്. അപ്പോൾ പേരെന്തായാലും ഷോർട്സൊക്കെ കണ്ടിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. പേര് അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം കേട്ടോ. ധ്വനി പാർവതി എന്നാണ് ഉണ്ണിക്ക് പേരിട്ടത്. വീട്ടിൽ പീലി എന്നാണ് കേട്ടോ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ പാറുന്നും കുഞ്ഞി പാറു എന്നൊക്കെ വിളിക്കും. കാരണം ധ്വനി പാർവതി എന്ന് ഉള്ളതുകൊണ്ട് നമ്മൾ പാറുന്ന് വിളിക്കുമ്പോഴും മാച്ചാണല്ലോ. പിന്നെ പീലി എന്ന് ഞാനും ഹസ്ബൻഡൊക്കെ നേരത്തെ വിളിച്ചു തുടങ്ങിയിട്ടുള്ള പേരാണ്. പീലിക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കത് പീലിക്കുട്ടിയായി. അപ്പോൾ പീലി തന്നെയായിരിക്കും ഞാനും ഹസ്ബൻഡും ഒക്കെ എന്തായാലും വിളിക്കാം. അപ്പം ഇതാണ് പേരുകളൊക്കെ. ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. ഇതെൻ്റെ അച്ഛനാണ് കേട്ടോ. അച്ഛൻ ഉണ്ണിനെ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഞാൻ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും പേരൊക്കെ എഴുതി ഉണ്ണിയുടെ പേരൊക്കെ എഴുതിയതിന് ശേഷം പിന്നെ മാമന് കൈമാറിയിട്ട് മാമൻ ഫുള്ള് ഫില്ല് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. കുറേ നേരം ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ കിടന്നു. പിന്നെ മാമനാണ് ഫുള്ള് ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നത്.
ായിട്ട് പാക്കിംഗ് ആണ്. അപ്പം ഈ 2 ഉടുപ്പുണ്ടല്ലോ, അത് ഗീതമേമ, അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മേമയാണ്. ആൾ കൊടുന്നതാണ് കേട്ടോ ഉണ്ണിക്ക് ഗിഫ്റ്റായിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഉണ്ണിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ആദ്യത്തെ 2 കുട്ടിയുടുപ്പാണിട്ടത്. അപ്പോൾ ഞാൻ അമ്മോട് അതിങ്ങനെ കാണിച്ചു തരാൻ പറയായിരുന്നു. ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഇപ്പോഴാണത് തുറന്നു നോക്കണത്. അപ്പോൾ നല്ല 2 കുഞ്ഞി കുട്ടിയുടുപ്പ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഗിഫ്റ്റാണ് ഉണ്ണിയുടെ. അപ്പോൾ അതൊക്കെ മടക്കി ഞങ്ങൾ മാറ്റി വെക്കുകയാണ്. ഇത് ഡിസ്ചാർജ് ആവണം അന്ന് രാവിലെ ഉണ്ടോ, കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിരിക്കുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല റെഡിയായി ബില്ലൊക്കെ സെറ്റ് ചെയ്ത് പോകണം. ശരിക്കും ഞാൻ ജൂൺ 8 ഒരു സന്ധ്യയോട് കൂടിയിട്ട് എൻ്റെ ഡോക്ടറൊക്കെ എന്നെ വന്ന് നോക്കി എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് എഴുതിയതാണ് കേട്ടോ. ഞങ്ങൾ നൈറ്റ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് സൺഡേയിലേക്ക് മാറ്റിയതാണ് ഡിസ്ചാർജ്. ഉണ്ണീൻ്റെ ഡോക്ടറൊക്കെ വന്ന് കണ്ടു. ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ല, ഒക്കെ ഓക്കെയാണ്. ഇതാണ് കേട്ടോ ഉണ്ണിയുടെ ഡോക്ടർ ജോസഫ് സാറ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കൊന്നും പേടിക്കണ്ട പറയാനായിട്ട്, എന്ത് ഡൗട്ട്സും ചോദിക്കാം. ഉണ്ണീനെയൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് ഡോക്ടർ നോക്കുക, നല്ല കളിപ്പിച്ച് ചിരിപ്പിച്ചേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി എന്ത് കാര്യത്തിനും ഇവിടേക്ക് തന്നെ വരുള്ളൂ, ഈ ഡോക്ടറിനെ ഇനി ഉണ്ണിയുടെ കാര്യങ്ങൾക്ക് കാണിക്കുള്ളൂ. അങ്ങനെ അപ്പം ഡോക്ടർക്ക് വന്ന് പോയി ഉണ്ണി മിടിക്കായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല. അപ്പോൾ അതെ കമ്മലും കാര്യങ്ങളൊക്കെ ഇടാണ്. കുറേ ദിവസമായിട്ട് ഊരി വെച്ചേക്കായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഇട്ട് നല്ല സന്തോഷമായിട്ട് ഇവിടുന്ന് പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ ചേട്ടൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കാറിൽ വെക്കാനായിട്ട്. പിന്നെ ഞാൻ എൻ്റെ നീരൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. എല്ലാ ദിവസവും ഞെട്ടാറുണ്ട്, ഇന്നിപ്പോൾ ഷൂ ഇട്ടപ്പോഴേ കാലായിട്ടുള്ളിൽ കയറാത്ത പോലെ അങ്ങനെ. അപ്പോൾ അതും പറഞ്ഞിരിക്കുക. ഇന്ന് വേദന ഉണ്ടായിരുന്നില്ല കേട്ടോ, നീര് ഉണ്ടെന്ന് ഉള്ളൂ, പക്ഷേ അങ്ങനെ വേറെ വേദനകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ്, ഇതേ ഉണ്ണീനെ ഡ്രസ്സ് മാറ്റിക്കാണ് പോകാൻ വേണ്ടി, ശുന്തിരിയാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടുന്ന് ഡിസ്ചാർജ് ആവാണ്. സൈനൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ സിസ്റ്റർ വന്നിട്ട് ഉണ്ണിയുടെ മെഡിസിൻ സാധനങ്ങളും കാര്യങ്ങളൊക്കെ, ഉണ്ണിയുടെ ലിസ്റ്റ്, ഉണ്ണിയുടെ പേപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ അതും പിന്നെ എൻ്റെയും എല്ലാം അങ്ങനെ തരംതിരിച്ചൊക്കെ തന്നു. എന്താ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നു. ഇനി വാക്സിനേഷന് എപ്പോൾ വരണം, അങ്ങനെ എല്ലാ സംഭവങ്ങളും പറഞ്ഞു തന്നു. അപ്പോൾ ഇത് ഇവിടുന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ റൂമിൽ കുഞ്ഞൊരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിങ്ക് ബലൂണൊക്കെ കുറച്ച് വെച്ച് കുറേ ബൊമ്മകളുടെ ഇടയിൽ ഉണ്ണിയുടെ എൻ്റെയും ഫസ്റ്റ് വീഡിയോ ഉണ്ടല്ലോ ഡെലിവറി ടൈമിൽ, അതിലെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഫോട്ടോയ്ക്ക് ഫ്രെയിം ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ എൻ്റെ ചേട്ടൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ. ആൾ മിക്കപ്പോഴും എല്ലായ്പ്പോഴും ഞാൻ ഹോസ്പിറ്റലിനോട് കൂടെ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇന്ന് എൻ്റെ കൂടെ ഇങ്ങനെ വരാനൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഞാൻ ഉണ്ണിനൊക്കെ എടുത്ത് വരാമെന്നൊക്കെ, പക്ഷേ നടന്നില്ല. അതിൻ്റെ നല്ല വിഷമമുണ്ട്. സാരില്ല, എന്തായാലും ഏട്ടന് വേഗം ലീവൊക്കെ കിട്ടി, വേഗം ഉണ്ണിനെ കാണാനൊക്കെ വരാൻ പറ്റട്ടെ. പിന്നെന്താണ്, നമ്മുടെ വീഡിയോ ഒന്ന് ഭയങ്കര ലെങ്ത്തായിരുന്നു. വീഡിയോ ഇടാൻ തന്നെ ഒരുപാട് ലേറ്റായി. അപ്പോൾ പിന്നെ ഇനി ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്നൊന്നും പറഞ്ഞിടണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് താല്പര്യമില്ലാത്ത ഭാഗമാണെങ്കിൽ സ്കിപ്പ് ചെയ്തൊക്കെ കാണാമല്ലോ. അങ്ങനെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ബൈ.